ടോപ്പിക് ഇത് തന്നെയാണ്. നമ്മുടെ പ്രേതാനുഭവങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്. അപ്പം ചിലർ പറയുന്നുണ്ട് അത് ഇല്ല, അത് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടതാണ്, അത് പ്രേതമാണ് അല്ലെങ്കിൽ ഭൂതമാണ്. അപ്പം ചിലർ പറയും അല്ല, അത് ഹാലൂസിനേഷനാണ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സ്വന്തമായിട്ട് പറ്റിയൊരു അനുഭവം. ഓക്കെ, ഇപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു IT കമ്പനിയാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ബാങ്ക് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അത് ബാങ്ക് റൂം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അവിടെ നേരെ ചൊവ്വ വെട്ടമൊന്നും കയറില്ല. വല്ലാത്തൊരു രീതിയിലാണത്. കറക്റ്റ് അല്ല ഈ റൂമിൻ്റെ പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ അത് അങ്ങോട്ട് തിരിഞ്ഞല്ല ഇരിക്കുന്നത്, ഇങ്ങോട്ടാണ്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇവരിങ്ങനെ പല അഭിപ്രായക്കാരും പലതും പറയുന്നുണ്ടായിരുന്നു. കുറച്ച് നാളായപ്പോൾ തന്നെ ഇങ്ങനെ ഈ ബാങ്ക് റൂമിനെ പറ്റി ഒരു അൺനാച്ചുറലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പലരും പറയുന്നുണ്ട് രാത്രി ഇവിടെ എന്തോ പ്രശ്നമാണ്, രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല, ഈ റൂമിൽ കിടന്നുറങ്ങരുത്, പുറത്ത് കിടന്നുറങ്ങിക്കോ. അതായത് ആ ഫ്രണ്ട് ഓഫീസിൽ ആ സെറ്റിയിൽ 2 സെറ്റി ഉണ്ട് അവിടെ. പല ദിവസങ്ങളിലും അങ്ങനെ കിടന്ന് ആ ബാങ്ക് റൂമിൽ കിടന്നുറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എനിക്ക് അവിടെ എൻ്റേതായിട്ടുള്ള അനുഭവമാണ്. ഇവർ പലരും പറഞ്ഞൊന്നും ഞാൻ കാര്യമാക്കിയിട്ട് അതൊന്നും എൻ്റെ മനസ്സിലില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം ഇങ്ങനെ ബ്രേക്ക് ആവുന്ന, ഒരു ഞെട്ടി എണീക്കുന്നു ഒരു ദിവസം. ഒന്നല്ല, ഇതെനിക്ക് പല ദിവസങ്ങളിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഉറങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് എന്തോ ഇത് തോന്നി എൻ്റെ മനസ്സിൽ. എൻ്റെ ഇപ്പോൾ മേ ബി സബ് കോൺഷ്യസ് മൈൻഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ഡ്രീം അല്ലെങ്കിൽ എന്തോ സംതിങ്, ഐ ഡോണ്ട് നോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എണീക്കാൻ നോക്കി. അപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ പറയാറില്ലേ ഈ സ്ലീപ്പ് പാരാലിസിസ്, അതാണ് ആക്ച്വലി അവിടെ ഉണ്ടായത്. ഞാൻ പേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്ക് എൻ്റെ ഉറക്കം പോകാത്തത് കൊണ്ട് ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റിൽ ചെന്ന് കിടക്കുകയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത് തന്നെ, നമുക്ക് ഓർമ്മ കാണും, നമുക്ക് എണീക്കണമെന്ന് തോന്നും. നമ്മളിങ്ങനെ എണീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. സ്ട്രഗിൾ ചെയ്താലും നമ്മുടെ ബോഡി അനങ്ങില്ല. അത് നോർമലാണ്, ഉണ്ടാവും. മാത്രമല്ല അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് അതിൻ്റെ ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. അതായത് നമ്മളെ ഉറക്കത്തിൻ്റെ ഓരോ സ്റ്റേജസ് ഉണ്ട്, ഈ ഡ്രീമിൻ്റെ സ്റ്റേജസ് ഉണ്ട്. പല ദിവസങ്ങളുണ്ടതിന് ശേഷം വന്നൊരു സംഭവമാണ്. ഞാൻ ആദ്യം ഇതുപോലെ അകത്ത് ഈ ബാഗ് റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ നന്നായിട്ട് പേടിച്ചു. എന്ത് പേടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാനൊന്നും കണ്ടില്ല, ഒരു തോന്നലുണ്ടായി എനിക്ക്. നമ്മൾ പറയാറില്ലേ ഒരു പ്രസൻസ് എന്നൊക്കെ പറയും പോലെ. ബട്ട് ഐ എം നോട്ട് ഷുവർ. മേ ബി ഞാൻ സ്വപ്നം കണ്ടതായിരിക്കാം, ബട്ട് എനിക്കത് അറിഞ്ഞൂടാ എന്താണ് ആ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല, പക്ഷെ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പുറത്ത് സെറ്റിൽ വന്ന് കിടന്നു. പെട്ടെന്ന് എന്നെ ആരോ അടിച്ചു. എൻ്റെ കാലിൽ ഒരു തൈസിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് നല്ലൊരു അടി കിട്ടി. അപ്പം ഞാൻ ഇങ്ങനെയാണ് കിടന്നത്. അടി കിട്ടി ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു രൂപം കണ്ടു ശരിക്കും. ബട്ട് അതവിടെ റിയൽ ആണോ അത് എൻ്റെ സ്വപ്നം അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ആണോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ആ ഒരു ഇമേജ് ക്ലിയർ ആയിരുന്നു. കണ്ട സമയത്ത് ആ ഒരു രൂപം എൻ്റെ കാലിൽ ഇരിക്കുകയായിരുന്നു.
എൻ്റെ കാലിനും ഞാൻ കമന്ന് കിടക്കുകയല്ലേ, ചാടി എണീറ്റ് എന്താണ് സംഭവം. ഞാൻ വിചാരിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. പക്ഷേ അവിടെ ആരെയും കണ്ടൊന്നുമില്ല. അകത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും അവിടോട്ട് വന്നോ, എൻ്റെ അടുത്ത് വന്നോ, എന്നെ വിളിച്ചോ, തട്ടി ആരെങ്കിലും കണ്ടോ? ഇല്ല. അവരൊക്കെ അവിടെ പാട്ടൊക്കെ കേട്ട് ഓരോരോ സ്റ്റോറീസൊക്കെ പറഞ്ഞു, സിനിമാ കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് എന്താണ് ആക്ച്വലി അവിടെ നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇത് ഓഫീസിലുള്ള സംഭവം. പൊതുവേ ഞാൻ വീട്ടിൽ തനിച്ച് കിടന്ന് ഡോറൊന്നും അങ്ങനെ ലോക്ക് ചെയ്യാറില്ല. ആദ്യമായിട്ട് വീട് മാറി പോയ ഒരു സംഭവം പറയാം. അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്നോട് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടത്. അതായത് ഫസ്റ്റ് ഡേ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഞാനും അച്ഛനും അമ്മയും, ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് എഴുതാനുള്ളതുകൊണ്ട് ലാസ്റ്റ് ഡേയ്സ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നീട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രാത്രി വെളുക്ക വരെ ഇരുന്ന് എഴുതാറുണ്ട്. ആ ഒരു വലിയൊരു ഹാള്, അവിടെയാണ് ഞങ്ങൾ 3 പേരും കിടന്നത്. അപ്പോൾ അച്ഛനും അമ്മയും, അപ്പോൾ ഞങ്ങൾ ബെഡെല്ലാം ആദ്യം അവിടെയാണ് കൊണ്ടിട്ടത്. ആ താമസിച്ച വീടിൻ്റെ ഒരു 5-6 വീടിൻ്റെ അപ്പുറത്താണ് എൻ്റെ മാമിയും ഫാമിലിയും താമസിച്ചിരുന്നത്. ഞാനങ്ങനെ റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് ചാർജ് കയറും. പെട്ടെന്ന് എൻ്റെ മാമി വന്നിട്ട് എൻ്റെ പേര് വിളിക്കുകയാണ് രാത്രി. ആ വോയിസ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ബട്ട് ഞാൻ വളരെ വളരെ ക്ലിയർ ആയിരുന്നു അത്. രൂപേഷേ എന്ന് 2 തവണ എന്തോ വിളിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു റിഫ്ലെക്സ് പോലെ എന്നെന്തോ വിളി കേട്ട്. എന്നിട്ട് പിന്നെ ആ ശബ്ദമില്ല. അപ്പം ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തിനാ പേടിക്കണത്? ഫാന് തനിയെ ഓഫായാണ് ചെയ്യണം. അത് ബാറ്ററി ഇല്ലേ, അത് ഓഫ് ചെയ്ത് വെച്ചാണ്. ഓഫാണോ? ഓക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ വിളി കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ നോക്കി. 2 മണിയായി. അപ്പേ വിളിച്ചു. ഞാൻ ആദ്യം ഇങ്ങനെ എണീക്കാൻ പോയിട്ട് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയിട്ട് പപ്പയെ വിളിച്ചു. പപ്പ ചാടി എണീറ്റ് അമ്മയും ഉണർന്നു. അപ്പോൾ അതാ മാമി വിളിക്കുന്നു. ഡോറ് തുറക്കണ്ട. എന്നിട്ട് വിളിച്ച ആരെന്ന് ചോദിച്ചു. ആര് ചോദിച്ചു. അപ്പം ഭയങ്കര സൈലൻസ് ആയിരുന്നു, ഒരു റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ അപ്പം പക്ഷേ ഞാൻ അത്രയ്ക്കും ക്ലിയർ ആയതുകൊണ്ട്, ഞാൻ ഉറങ്ങാനില്ലായിരുന്നു. ഉറങ്ങിയാണെങ്കിൽ എനിക്ക് തോന്നിയതെന്ന് പറയാമായിരുന്നു. ഞാൻ ഈ റെക്കോർഡ് കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ഫോൺ നോക്കും. ഒരു കാര്യം ചെയ്യാം, തൊട്ടടുത്ത് തന്നെയാണത്. അതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ ആണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത്. എന്തെങ്കിലും ഒരു അത്യാവശ്യമാണോ, എമർജൻസി ആണോ. അവിടെ വന്നത് റേഞ്ച് കുറവാണ്. എനിക്ക് ആരെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ എനിക്ക് നേരെ ചൊവ്വേ നെറ്റ് കിട്ടണമെങ്കിൽ തന്നെ അന്നത്തെ സമയത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങി ആ കുറച്ച് വഴിയിൽ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ ആ വീടാണ് ഏറ്റവും ലാസ്റ്റത്തെ വീട്. തൊട്ടടുത്തുള്ള വീടെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആൾതാമസമില്ല. ഒരു ചെറിയൊരു ഓടിട്ട് വീടാണ് തൊട്ടപ്പുറത്ത്. അവിടെ ആൾതാമസമില്ല. അവിടെ ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ വീടില്ല, അതൊരു പണ പോലെയാണ്. നമുക്ക് വിളിച്ച് നോക്കാം. വൈകിയാണ് അവർ കോൾ എടുത്തത്. പറഞ്ഞായിരുന്നു, എന്ത് പറ്റി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവരാരും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ, ഇതുപോലെ മാമി ഇങ്ങോട്ട് വരെയെല്ലാം ചെയ്ത. അപ്പോൾ ഇല്ല, അവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, എല്ലാവരും സുഖമൊക്കെ. അങ്ങനെ ഞങ്ങൾ വാതിൽ തുറന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇന്നത്തെ റെക്കോർഡ് എടുത്ത് ഇത്രയും മതി.
ഞാൻ റെക്കോർഡ് എടുത്ത് മതിയാക്കിയിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങാൻ ശ്രമിച്ച് കുറച്ച് ഇതൊക്കെ ആലോചിച്ചിട്ട്, പക്ഷെ അപ്പോഴേക്കും എനിക്ക് നല്ല പേടിയായി. ശരിക്കും കേട്ടു. കാരണം ഞാൻ കുഞ്ഞിലെ മുതലേ സെയിം. ഇനി അത് എനിക്ക് ചിലപ്പോൾ ഉറക്കപ്പിച്ചെന്ന് തോന്നിയതാണോ അല്ലേ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒക്കെ ഇതുപോലെ ഈ വീടിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം അല്ല പൊതുവെ. നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള ടോക്സൊക്കെ കേൾക്കാൻ തുടങ്ങി. പലരും പറഞ്ഞതിൽ വെച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം, വീട് മാത്രമല്ല അങ്ങോട്ട് ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു സൈഡ്, അതൊരു ഉച്ച സമയം. അപ്പം ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ ഞാൻ എന്തോ ഒരു സൗണ്ട് കേട്ട് എൻ്റെ ഉറക്കത്തിൽ നിന്ന് ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞ് നമ്മൾ ഉണർന്ന് വരില്ല. അതായത് നല്ല ഉറക്കത്തിൽ നിന്നും ആ ഒരു സൗണ്ട് കേട്ട് ആദ്യം നമ്മൾ വിചാരിക്കും, ആദ്യം നമുക്കത് സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും അത് കേൾക്കുന്നത്. പക്ഷേ ആ സൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പതുക്കെ ഉണർന്ന് എണീക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കൈയും കാലും ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് മൂവ് ചെയ്യണമെന്നുണ്ട്. ഞാൻ നല്ല പാനിക്കായി. ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തു. അതായത് ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ നോക്കി അതിനെതിരെ, ആ ഒരു കണ്ടീഷനെതിരെ. അത് ഈ പറഞ്ഞ സ്ലീപ്പ് പാരാലിസിസ് ആണ്. അങ്ങനെ പക്ഷേ ഈ ഒരു നോയ്സ്, ഞാൻ ഉറക്കത്തിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന നോയ്സ് അപ്പോഴും, കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോഴും ഞാൻ കോൺഷ്യസ് ആയി, ഫുൾ കോൺഷ്യസ് ആയി. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ ഒരു റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എണീക്കാൻ നോക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ആ സമയവും ഈ സൗണ്ട്, ഞാൻ കേട്ട സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ടാർപ്പാളിൻ, ഇപ്പോൾ ഒരു ടാർപ്പാളിനിൽ അകത്ത് വെയിറ്റ് വെച്ചിട്ട് അതിങ്ങനെ വലിച്ചഴിക്കുന്ന ഒരു സൗണ്ടാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളതുകൊണ്ട്, നമുക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഇങ്ങനെ നീക്കണ ആ ഒരു നോയ്സും, ഒരാൾ അതായത് ഇങ്ങനെ നടന്ന്, ഇപ്പോൾ 2 സ്റ്റെപ്പ് നടന്ന് ഇങ്ങനെ നീക്കി, 2 സ്റ്റെപ്പ് നടന്ന് ഇങ്ങനെ നീക്കി, അത് നമുക്ക് മനസ്സിലാവും ഇല്ലേ? ശരിയല്ലേ? പേടിക്കണ്ട. അപ്പോൾ ഞാൻ ആ ഒരു ഇതാണ് ഞാൻ കേട്ടത്. നല്ലൊരു വെയിറ്റ് എന്തോ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പം എനിക്ക് അറിയാം ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു വഴിയിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് എൻ്റെ വീടിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് എണീക്കാൻ വേണ്ടി നോക്കുകയാണ്. എനിക്ക് പിന്നെന്ന് പറയാൻ, എനിക്ക് അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, വോയിസ് വരുന്നില്ല. ഞാൻ പിന്നെ വിചാരിച്ച്, ഈ സൗണ്ടും കൂടെ കേൾക്കണമുണ്ട്, ഞാൻ പിന്നെ വിചാരിച്ച് മിണ്ടാതെ അങ്ങ് കിടക്കാം. ഞാനങ്ങനെ മിണ്ടാതെ അങ്ങ് കിടന്ന, അങ്ങനെ മിണ്ടാതെ ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഞാൻ നിർത്തിയോ, അതാണ് അതിൻ്റെ ഒരു കീ എന്ന് ഞാൻ വരെ മനസ്സിലാക്കിയെടുത്ത്. പക്ഷെ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ റെസിസ്റ്റ് ചെയ്യും തോറും നമുക്കിത് മാറില്ല ഈ ഒരു സംഭവം. ഇത് എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ്, പലർക്കും പല രീതിയിലായിരിക്കും ചിലപ്പം. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ റെസിസ്റ്റ് ചെയ്യാന്ന്, ഞാൻ മിണ്ടാതെ അങ്ങ് തോറ്റിടാ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പോട്ടെ, ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ കിടന്നുമ്പോഴും ഒരു കുറച്ച് സെക്കൻഡ്, 1 മിനിറ്റിനകത്താകുമ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. എൻ്റെ ബോഡി എനിക്ക് കൺട്രോൾ ഇല്ല. അപ്പോഴത്തേക്ക് ഈ സൗണ്ട് നിന്ന്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ എന്ത് ചെയ്തെന്ന്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അടുത്തുള്ള പയ്യന്മാരെ കോൺടാക്ട് ചെയ്ത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. കാരണം ഇത് ഒരുപാട് വർഷമായി, ഒരു 10-11 വർഷത്തോളം മുന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം വീട്ടിലാൾ വന്നപ്പോഴും ഞാൻ അടുത്തുള്ളവരടുത്തൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ്, ഈ സംഭവം പറഞ്ഞ്, മാമിയുടെ വീട്ടിൽ പോയ സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞ്. അപ്പോൾ അവിടെ പണ്ട് മുതലേ അറിയുന്നുള്ള പഴയ ടീംസ് ഉണ്ടല്ലോ, ഈ അപ്പൂപ്പന്മാരും അമ്മമാരും അങ്ങനെയുള്ള വലിയ മാമന്മാരും ഒക്കെ. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ
ഒരു സംഭവം നടന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ പണ്ട് ആ വീട്ടിൻ്റെ ഓണറിൻ്റെ മോൻ ഇതുപോലെ ടൂർ എന്തോ പോയ സമയത്ത് അവിടെ വെച്ച് ആരോ മർഡർ ചെയ്തു. ഇതുപോലെ ടാർപ്പാണിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടിയാണ് വെള്ളത്തിലെന്തോ മുക്കി അങ്ങനെ എന്തോ ഇട്ടിരുന്നത്. കുറേ നാളിന് ശേഷം എന്തോന്ന് കണ്ടുപിടിച്ചത്. അങ്ങനൊരു സംഭവം. സ്റ്റോറി ഇവർ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ടാർപ്പാളിൻ്റെ വെയിറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോഴാണ് അവർ ഈ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നത്. ഇതിൽ ഉള്ളതാണോ അതൊന്നും എനിക്കറിയില്ല, ഞാൻ അതിന് പിന്നിൽ പോയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് പിന്നെ പക്ഷേ അങ്ങനെ ഒരു കുഴപ്പം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഫീസിൽ വർക്കിങ് തുടങ്ങിയതും. എനിക്ക് 2018 ഞാൻ ഓഫീസിൽ കയറിയത്. അപ്പോൾ ഇതുപോലെ ഓഫീസിൽ വെച്ചിട്ട് 2-3 തവണ ഉണ്ടായ സമയത്ത്, ഇങ്ങനൊരു സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടായ സമയത്ത് ഞാൻ പതുക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി, റെസിസ്റ്റ് ചെയ്യുന്തോറും ഇത് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ നോർമൽ ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കോൺഷ്യസ്നെസ് വരുന്ന സമയത്ത് ഉടൻ തന്നെ ഞാൻ സബ്മിഷൻ പോലെ ഞാൻ മിണ്ടാതെ കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഓക്കെ ആവും. അങ്ങനെ ഞാൻ അതിൽ എനിക്കൊരു കൺട്രോൾ എനിക്ക് കിട്ടി തുടങ്ങി. പിന്നെ ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 2016-15 ആ സമയത്ത് ഇതുപോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ ആയിരുന്നു. ഈ ചക്ര മെഡിറ്റേഷൻ. അതിൽ നിന്ന് പതുക്കെ മാറി ഈ ലൂസിഡ് ഡ്രീമിങ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. യെസ്, ഞാനതിൽ വളരെ ഒബ്സസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഞാനിത് ഒരു 2013-14 സമയത്തൊക്കെ 15 സമയത്തൊക്കെ ഇത് ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ഹോട്ട് ടോപ്പിക്കായിരുന്നു. ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, അത് വേറൊരു ദിവസം അതിനെക്കുറിച്ച് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീട്ടിൽ നിന്നുള്ള സംഭവം എന്ന് പറയാൻ പോണം. അല്ല, ആ വീട്ടിൽ. അങ്ങനെ ഈ ഗ്രിൽ, ആ ഒരു വീട്. മറ്റൊരു ഇൻസിഡൻറ്റ് എന്തെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പകൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഇതും പകലാണ് ഉണ്ടായത്. അതായത് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്, അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വർക്കിന് കയറി. അപ്പം ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ രാവിലെ മുതൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് കണ്ടു. ഒന്ന് സൈലൻ്റ് ആക്കിയിട്ട് ഫോൺ ഇങ്ങനെ കമത്തി വെച്ചിട്ട് വീണ്ടും ഞാൻ ഉറങ്ങാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ കോൾ എടുത്ത് അത് ഞാൻ അങ്ങോട്ടെന്തോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ വീട്ടിലുണ്ട്, നീ കയറി വന്നാൽ മതി, ഡോറ് തുറന്നിട്ടിരിക്കുകയാണ്, ഞാൻ അഥവാ ഉറങ്ങിയായിരിക്കും, ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, നീ കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ തല ചരിച്ച് വെച്ചിട്ട് കമ്മന്ന് കിടന്ന് ഉറങ്ങിയാണ്, കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഞങ്ങളെ ഗ്രില്ലില്ലേ, അതിങ്ങനെ തട്ടണം, ഇങ്ങനെ ടക്ക് 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 ടക്കെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ്, ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ തട്ടുമോ നമ്മൾ. ഞാൻ നോക്കുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവൻ്റെ അടുത്ത്, എടാ കയറി വന്നാൽ മതി, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കണതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു, ടക്ക് 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 എന്ന് പറഞ്ഞു. ഇടയ്ക്ക് നിർത്തിയും അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെനിക്കെന്തോ ഒരു പേടിയൊന്നും തോന്നിയൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് പാരലൈസായി എൻ്റെ ബോഡി. ആ സമയത്ത് ഞാൻ പേടിച്ചു, എൻ്റെ ഉള്ളിലൊരു പേടി വന്നു. അപ്പോഴും ടക്ക് 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 ഈ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. എനിക്ക് കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. കയറി വരാൻ ഇവൻ്റെ അടുത്ത് ഇവനാണോ അല്ലെന്ന് എനിക്ക് അറിയണം. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഇത് വന്നത്, ഒരു എന്താ പറയുക, ഒരു റിയലൈസേഷൻ. എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞാണ് കിടന്നത്. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഗ്രില്ല് കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, കയറി വരുന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനല്ല, കാരണം അവൻ്റെ ഒരു നേച്ചർ അങ്ങനെ അല്ല. അവൻ കയറി വന്ന് ചിലപ്പോൾ അദ്ദേഹത്തെ അടിക്കും, എഴുതിയിടാന്ന് പറയും, അല്ലെങ്കിൽ അവിടെ വന്ന് ഇരിക്കും കുറേ നേരം. ഞാൻ എണീക്കുമ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. സ്ലീപ്പ് പാരാലിസിസ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവുകയും
ഞാൻ അതിൽ നല്ല സ്ട്രഗ്ലിങ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു ഫിംഗർ, ഒരു ചെറിയ ഫിംഗർ മാത്രം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൈ, ഈ വിരൽ മാത്രം ഇങ്ങനെ വാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എനിക്കത് മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവൻ അഥവാ കാണുകയാണെങ്കിൽ, കാരണം എനിക്ക് നോർമലി അതുവരെ ഉണ്ടായിട്ടുള്ളൊരു ഇതല്ല, സ്ലീപ്പ് പാരാലിസിസ് അല്ല എന്നുണ്ടായത്. എനിക്ക് ബ്രീത്തൊക്കെ കുറച്ച് പ്രശ്നമായി തുടങ്ങി. അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ക്രിട്ടിക്കൽ ഒരു ഇതിലോട്ട് പോയി. ഒരുപാട് നേരം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സ്ലീപ്പ് പാരാലിസിസ് അതിനെ പോലെ അല്ല, ഇത് കുറച്ച് ലെങ്തി ആയിരുന്നു ഡ്യൂറേഷൻ. അപ്പോൾ എനിക്ക് തന്നെ കുറേ കൂടെ പേടിയായി. ഞാൻ നല്ല പേടിച്ച്, എനിക്ക് ബ്രീത്തൊന്നും കിട്ടുന്നില്ല. കാരണം ഞാൻ അങ്ങനെയാണ് കിടക്കുന്നത് ഒന്നാമത്. അപ്പം ആക്ച്വലി എന്നെ ഒന്ന് ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് അവിടെ വന്ന് നിൽക്കണമെങ്കിൽ അവൻ്റെ അത് കയറി വരാം. അപ്പം അവൻ ജസ്റ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ എന്നെ രക്ഷപ്പെടുത്താം. ആ ഒരു തോട്ടായിരുന്നു. അങ്ങനെയോ സംഭവം ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത്, ഇല്ല പേടിക്കണ്ട, തിരിഞ്ഞു നോക്കി. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹാലൂസിനേഷൻ ആയിരിക്കും. ഈ സ്ലീപ്പ് പാരാലിസിസ് വരുമ്പോൾ നമ്മളിങ്ങനെ ഡീമൺസിനെ കാണും, അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലാതെ റിയലല്ല. കൂടുതൽ അറിവുള്ളവർ പറഞ്ഞ് കാണാറുണ്ട് അതൊരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതെന്ന് പലരും പറഞ്ഞ്. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ശരി ബാക്കി ഞാൻ പറയാം. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് റിയലി എന്താണ് ആ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു റിയലാണോ, അത് ഹാലൂസിനേഷൻ ആണോ, അത് തോന്നലാണോ, പേടി കാരണമുള്ള തോന്നലാണോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് ആ ഗ്രില്ല് ഡോറ്, ഒരാൾ വീട്ടിന് ഫ്രണ്ടിൽ വന്ന് നിന്ന് ഈ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കത്തിക്കരിഞ്ഞ ഒരാൾ രൂപം പച്ച വെയിലത്ത്, ആ ഒരു വെയിലത്ത് ഞാനതാണ് കണ്ടത്. കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച്, ഒന്നും അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും ക്ലിയർ ഒന്നും അല്ലായിരുന്നു. ബട്ട് കാരണം ഞാൻ ആ ഒരു കണ്ടീഷനിലായിരുന്നു ആ ഒരു വിഷ്വൽ കണ്ടത്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ, കാരണം ഞാൻ ഇത് ഇത്രയും ഇതായിട്ട് ഞാൻ കണ്ടത് അപ്പോഴാണ്. എനിക്കറിയായിരുന്നു ഞാനിങ്ങനെ റെസിസ്റ്റ് ചെയ്യാതിരുന്നാൽ ഇത് പെട്ടെന്ന് മാറുമെന്നറിയാം. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ്, അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇങ്ങനെ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടി, ആ ഒരു സ്ലീപ്പ് പാരാലിസിസ് കൂടിയതെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഈ ഒരു ഇമേജ് കണ്ടത്, ഹാലൂസിനേഷനാണോ എന്തോ ആണോ എനിക്കറിയില്ല, കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. ഞാൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞില്ലേ, നല്ല പാനിക്കായി. ഞാൻ അനങ്ങാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്നിട്ട് പക്ഷേ വീണ്ടും എനിക്ക് മനസ്സിലായി, ഈ ഒരു സ്റ്റേജ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഒരു കീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വരുന്നത് വരട്ടെ, ശരി വന്ന് എന്ത് വേണോ ചെയ്തിട്ട് പോട്ടെ. ഞാൻ അപ്പോഴും ബ്രീത്തിങ്ങിൽ ഫോക്കസ്, എനിക്ക് എന്തോ ആ ഒരു തോട്ട് അപ്പോൾ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയി നിന്ന സമയമായിരുന്നു, അത്രയ്ക്ക് പാനിക്കായിട്ട്. പക്ഷെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഈ ഒരു തോട്ട് വരികയും ഞാനങ്ങ് റെസിസ്റ്റൻസ് കുറച്ച് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് റിലാക്സ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റുമോ ആ രീതിയിൽ ഞാൻ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാനങ്ങത്, നമ്മൾ പറയില്ലേ തോറ്റ് കൊടുക്കുക എന്നൊക്കെ പറയും പോലെ ഞാനങ്ങനെ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. എന്നിട്ട് ഞാൻ ആദ്യം നോക്കിയൊന്നുമില്ല തിരിച്ച്. ഞാൻ ജസ്റ്റ് ബോഡിയൊക്കെ ഓക്കെ അനങ്ങാനൊക്കെ എനിക്ക് പറ്റി. നല്ല ബ്രീത്തൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ നോക്കിയപ്പം അവിടെ ഒന്നുമില്ലായിരുന്നു. നോർമലി സാധാരണ അവിടെ നിന്ന് എനിക്ക് പുറത്ത് കാണാനൊക്കെ പറ്റുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ എൻ്റെ കൂട്ടുകാരൻ വന്നു. അത് വരാമെന്ന് പറഞ്ഞവൻ
അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. എനിക്കൊന്നും ഞാൻ അവനെ വീണ്ടും വിളിച്ചെന്ന് തോന്നുന്നു, എടാ നീ എത്തിയോ. ഇപ്പം ഇവൻ അവിടെ എങ്ങനെ ഒളിച്ച് നിന്നിട്ടല്ലോ എന്തെങ്കിലും വേലത്തരം കാണിച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം ഇല്ലടാ അവൻ ഇറങ്ങാൻ പോകണേ ഉള്ളൂ, ഞാൻ ഇറങ്ങിയില്ല, ഇപ്പോൾ ഇറങ്ങും. കുറച്ച് നേരം കഴിഞ്ഞപ്പം വരികയും ഞാൻ ഈ ഒരു സംഭവം അവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് അവിടെ ഉണ്ടായി. ഇതാണ് എനിക്ക് ഇനിയും അനുഭവങ്ങളുണ്ട് പറയാൻ. ബാക്കി നമുക്കിതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ളൊരു രീതിയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ